ഇസ്ഹാഖ് നബി അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയുടെയും സാറാ ബീവിയുടെയും രണ്ടാമത്തെ മകനാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രമുഖനായ ഒരു പ്രവാചകനാണ് ഇദ്ദേഹം. ചരിത്രം ഇബ്രാഹിം നബിക്കും സാറ ബീവിക്കും വാർദ്ധക്യകാലത്താണ് ഇസ്ഹാഖ് നബി ജനിക്കുന്നത്. കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന ഇവർക്ക് അല്ലാഹു മലക്കുകൾ മാലാഖമാർ മുഖേന നൽകിയ സന്തോഷവാർത്തയായിരുന്നു ഇസ്ഹാഖ് നബിയുടെ ജനനം. വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി ഇസ്ഹാഖ് നബിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇസ്ഹാഖ് നബിയുടെ സന്തതി പരമ്പരയിലാണ് പിൽക്കാലത്ത് ബനൂ ഇസ്രായേൽ എന്നറിയപ്പെട്ട യഅ്ഖൂബ് നബി യൂസുഫ് നബി മൂസാ നബി ഈസാ നബി തുടങ്ങിയ നിരവധി പ്രവാചകന്മാർ ജനിച്ചത്. സാത്വികനും നീതിമാനുമായ ഒരു ഭരണാധികാരിയും പ്രവാചകനുമായി അദ്ദേഹം തന്റെ ജനതയെ വഴിനടത്തി. ജോലി ഉപജീവനം. മറ്റു പല പ്രവാചകന്മാരെയും പോലെ ഇസ്ഹാഖ് നബിയും പ്രധാനമായും ആടുവളർത്തലും മേച്ചിൽ കൃഷിയുമായിരുന്നു ഉപജീവനമാർഗമായി സ്വീകരിച്ചിരുന്നത്. കൂടാതെ തന്റെ ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ സന്ദേശം എത്തിച്ചുകൊടുക്കുകയും അവരെ നേർവഴിക്ക് നയിക്കുക എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യം. മഖ്ബറ ഖബറിടം സ്ഥിതിചെയ്യുന്ന സ്ഥലം. ഇസ്ഹാഖ് നബിയുടെ മഖ്ബറ സ്ഥിതിചെയ്യുന്നത് ഫലസ്തീനിലെ പാലസ്റ്റൈൻ ഹെബ്രോൺ ബൈ അൽ ഖലീൽ നഗരത്തിലുള്ള ഇബ്രാഹിമി മസ്ജിദിലാണ്. അൽ ഇബ്രാഹിമി മോസ്ക്. ഇതേ പള്ളിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം നബി മാതാവ് സാറാ ബീവി, ഭാര്യ റിഫ്ക, റെബക്ക, മകൻ യഅ്ഖൂബ് നബി എന്നിവരുടെയും മഖ്ബറകൾ സ്ഥിതിചെയ്യുന്നത്.